ഹലോ, ദിസ് ഈസ് റോബിൻ. നമ്മളിന്ന് പോകുന്നത് സിമ്പിൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിൻ്റെ 6ാം ഭാഗത്തിലേക്കാണ്. മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. സിമ്പിൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് 1 തൊട്ട് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഈ ചാനലിൽ ഒരു കംപ്ലീറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബേസിക്സ് മുതൽ പഠിക്കണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് 1 തൊട്ട് കാണാൻ സാധിക്കും. സിമ്പിൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിലെ ട്രെയിനിങ് സെഷൻസിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് ജീവിത സാഹചര്യങ്ങളിൽ, അതായത് ജോലി സ്ഥലങ്ങളിലും യാത്രകൾ ചെയ്യുമ്പോഴും സഹായം ചോദിക്കാനും മറ്റുമൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കാനുള്ള ഇംഗ്ലീഷ് വാചകങ്ങളും യൂസേജസ് പഠിക്കുക എന്നതാണ്. ഇതിൽ ഇംഗ്ലീഷ് ഗ്രാമർ എക്സ്പ്ലനേഷൻ കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. എളുപ്പ വഴിയിൽ ഇംഗ്ലീഷ് പഠിച്ച് ഉപയോഗിച്ച് തുടങ്ങുക എന്നതാണ് ലക്ഷ്യം. ശ്രദ്ധിക്കുക, വീഡിയോ ജസ്റ്റ് കണ്ടുപോവുക എന്നല്ല, എൻ്റെ ഒപ്പം ഉറക്കെ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന ക്ലാസ് ടങ് ട്രെയിനിങ് മെത്തഡോളജി ഉപയോഗിച്ചിട്ടാണ്. ആ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് മെത്തഡോളജി ഉപയോഗിച്ച് തന്നെയാണ് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ തരുന്നത്. നിങ്ങൾ എൻ്റെ ഒപ്പം ഉറക്കെ പ്രാക്ടീസ് ചെയ്യുക. ഈ ട്രെയിനിങ് സെഷൻ പലതവണ കണ്ട്, വീഡിയോ പലതവണ കണ്ട് പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോകാൻ മറക്കരുത്. നോട്ട്ബുക്കിന് വേണ്ടി മാറ്റി വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബ് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. എല്ലാ കമൻറ്റ്സിനും ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്നത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ഒരു കോൺവെർസേഷൻ സിറ്റുവേഷനിൽ 4 പേരാണുള്ളത്. റിയൽ ലൈഫ് സിറ്റുവേഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ജോൺ എൻ്റെ ഫ്രണ്ട്സാണ്. ജോൺ, രാജേഷ്, അനു, പിന്നെ ഞാനും. 4 പേരുണ്ട്. ജോൺ, രാജേഷ്, അനു, പിന്നെ ഞാനും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരു ക്ലാസ് റൂമിലിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു നോട്ട്ബുക്ക് കിട്ടി, ക്ലാസ് റൂമിൽ നിന്ന് കിട്ടി. ഇവരോട് 3 പേരോട് ഇരിപ്പുണ്ട്. ഞാൻ ജോണിൻ്റെ അടുത്ത് എന്ന് ചോദിക്കുകയാണ്, ഇത് നിൻ്റെ നോട്ട്ബുക്കാണോ? ഇത് നിൻ്റെ നോട്ട്ബുക്കാണോ? ശ്രദ്ധിക്കുക, നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. നമ്മൾ ഇതുവരെ എല്ലാ സിമ്പിൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിൽ സ്പ്ലിറ്റ് ചെയ്താണ് പഠിക്കുന്നത് അല്ലേ? എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാം. ഇത് നിൻ്റെ നോട്ട്ബുക്കാണോ? ഇത് നിൻ്റെ നോട്ട്ബുക്കാണോ? ഓക്കെ, നമുക്ക് എങ്ങനെ ചോദിക്കാം? നോട്ട്ബുക്ക്, നിൻ്റെ നോട്ട്ബുക്ക് എന്നെങ്ങനെ പറയും? യുവർ നോട്ട്ബുക്ക്. സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. നിൻ്റെ നോട്ട്ബുക്ക്, യുവർ നോട്ട്ബുക്ക്. വൺസ് അഗെയിൻ, നിൻ്റെ നോട്ട്ബുക്ക്, യുവർ നോട്ട്ബുക്ക്. ശ്രദ്ധിക്കുക, ഇത് നിൻ്റെ നോട്ട്ബുക്ക് ആണോ? ഈസ് ദിസ് യുവർ നോട്ട്ബുക്ക്? യുവർ നോട്ട്ബുക്ക് മാത്രം പറഞ്ഞാൽ ക്ലിയർ ആയോ? ഇല്ല. ഈസ് ദിസ് യുവർ നോട്ട്ബുക്ക്? ഈസ് ദിസ്. നമ്മൾ ഈസ് ദിസ് എന്ന് പഠിക്കണമെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. ശ്രദ്ധിക്കുക, ഇത് എൻ്റെ നോട്ട്ബുക്ക് ആണെന്ന് പറയണം. ഇപ്പം എൻ്റെ നോട്ട്ബുക്ക് എന്നുള്ള മൈ നോട്ട്ബുക്ക് എന്നല്ലേ? ഇത് എൻ്റെ നോട്ട്ബുക്ക് ആണ്, ദിസ് ഈസ് മൈ നോട്ട്ബുക്ക്. ഇത് നിൻ്റെ നോട്ട്ബുക്ക് ആണ്, ദിസ് ഈസ് യുവർ നോട്ട്ബുക്ക്. ഇത് നിൻ്റെ നോട്ട്ബുക്ക് ആണെന്ന് പറയണമെങ്കിൽ ദിസ് ഈസ് യുവർ നോട്ട്ബുക്ക് എന്ന് പറയാം. ദിസ് ഈസ് എന്നൊന്ന് തിരിച്ചിട്ടാലോ? ഇത് നിൻ്റെ നോട്ട്ബുക്ക് ആണോ? ശ്രദ്ധിക്കുക, ദിസ് ഈസ് യുവർ നോട്ട്ബുക്ക്. ഇത് നിൻ്റെ നോട്ട്ബുക്ക് ആണ് എന്നെനിക്ക് പറയാം. ദിസ് ഈസ് യുവർ നോട്ട്ബുക്ക്. ഇത് നിൻ്റെ നോട്ട്ബുക്ക് ആണ്. ഓക്കെ, ദിസ് ഈസ് അങ്ങനെയാണ്. ഇതൊന്ന് തിരിച്ചിട്ടാലോ? ദിസ് ഈസ് എന്നുള്ളത്. ഈസ് ദിസ് യുവർ നോട്ട്ബുക്ക്? ഇത് നിൻ്റെ നോട്ട്ബുക്ക് ആണോ? ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നിൻ്റെ നോട്ട്ബുക്ക്, യുവർ നോട്ട്ബുക്ക്. ഇത് നിൻ്റെ നോട്ട്ബുക്ക് ആണോ? ഈസ് ദിസ് യുവർ നോട്ട്ബുക്ക്? എൻ്റെ ഒപ്പം ഉറക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ തന്നെ പഠിക്കുക. ഇത് നിൻ്റെ നോട്ട്ബുക്ക് ആണോ? ഈസ് ദിസ് യുവർ നോട്ട്ബുക്ക്? ഇത് നിൻ്റെ നോട്ട്ബുക്ക് ആണോ? ഈസ് ദിസ് യുവർ നോട്ട്ബുക്ക്? അപ്പോൾ അവൻ എന്നോട് പറയാണ്, അല്ല, അത് എൻ്റേതല്ല. നോ, ഇറ്റ് ഈസ് നോട്ട് മൈൻ. മൈൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റേത്. MINE, എൻ്റേത്. ഇറ്റ് ഈസ് മൈൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് എൻ്റേതാണ്. ഇറ്റ് ഈസ് മൈൻ, അത് എൻ്റേതാണ്. ഇറ്റ് ഈസ് നോട്ട് മൈൻ, അത് എൻ്റേതല്ല. ഓക്കെ, ഇറ്റ് ഈസ് മൈൻ, അത് എൻ്റേതാണ്. ഇവിടെ എന്താ പറഞ്ഞത്? അത് എൻ്റേതല്ല. ഇറ്റ് ഈസ് നോട്ട് മൈൻ. എനിക്ക് ഇങ്ങനെയും പറയാം, അത് എൻ്റെ നോട്ട്ബുക്ക് അല്ല. ഇറ്റ് ഈസ് നോട്ട് മൈ നോട്ട്ബുക്ക്. എൻ്റെ നോട്ട്ബുക്ക്, മൈ നോട്ട്ബുക്ക്. ഇറ്റ് ഈസ് നോട്ട് മൈ നോട്ട്ബുക്ക്, അതെൻ്റെ നോട്ട്ബുക്ക് അല്ല. ഇപ്പോൾ 2 രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. 2 രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. ജോണിനോടാണ് ഞാൻ ചോദിച്ചത്. ജോൺ പറയാണ്, ഇതെൻ്റെ നോട്ട്ബുക്ക് അല്ല, അതെൻ്റെ നോട്ട്ബുക്ക് അല്ല. നോ, ഇറ്റ് ഈസ് നോട്ട് മൈൻ. ആ നോട്ട്ബുക്ക് എൻ്റേതല്ല. ആ നോട്ട്ബുക്ക് എൻ്റേതല്ല. നോ, ഇറ്റ് ഈസ് നോട്ട് മൈൻ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, അത് എൻ്റെ നോട്ട്ബുക്ക് അല്ല. ഇറ്റ് ഈസ് നോട്ട് മൈ നോട്ട്ബുക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം, പോസിറ്റീവും നെഗറ്റീവും കമ്പയർ ചെയ്യാം. അത് എൻ്റേതാണ്. ഇറ്റ് ഈസ് മൈൻ. അത് എൻ്റേതല്ല. ഇറ്റ് ഈസ് നോട്ട് മൈൻ. അത് എൻ്റെ നോട്ട്ബുക്കാണ്. ഇറ്റ് ഈസ് മൈ നോട്ട്ബുക്ക്. അത് എൻ്റെ നോട്ട്ബുക്ക് അല്ല. ഇറ്റ് ഈസ് നോട്ട് മൈ നോട്ട്ബുക്ക്. അതിനുശേഷം ഞാൻ ഈ നോട്ട്ബുക്ക് കൊണ്ട് അനുവിൻ്റെ അടുത്ത് ചെന്നു. അനുവിനോട് ചോദിക്കുകയാണ്, അനു, ഇത് നിൻ്റേതാണോ? എവിടെ ചോദിക്കുന്നത് ഇസ് ഈസ് യുവർ നോട്ട്ബുക്ക് എന്ന് ചോദിച്ചില്ല. നിൻ്റേത്, യുവേഴ്സ് എന്ന വാക്ക് വേണം യൂസ് ചെയ്യാം. നിൻ്റേത്, യുവേഴ്സ്. ഇസ് ദിസ് യുവേഴ്സ്? നോട്ട്ബുക്ക് അവൾ കാണുന്നുണ്ട്, പിന്നെ നോട്ട്ബുക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പറയാം, ഇസ് ദിസ് യുവേഴ്സ്? ഇത് നിൻ്റേതാണോ? ഇസ് ദിസ് യുവേഴ്സ്? ഇത് നിൻ്റേതാണോ? എനിക്ക് ഇങ്ങനെ ചോദിക്കാം, അനു, ഇത് നിൻ്റെ നോട്ട്ബുക്കാണോ? ഇസ് ദിസ് യുവർ നോട്ട്ബുക്ക്? അങ്ങനെയും ചോദിക്കാം. അനു, ഇത് നിൻ്റെ നോട്ട്ബുക്കാണോ? ഇസ് ദിസ് യുവർ നോട്ട്ബുക്ക്? അനു എന്നോട് റിപ്ലൈ ചെയ്യുന്നത്, നോ, ഇറ്റ് ഈസിൻറ്റ് മൈൻ. നോ, ഇറ്റ് ഈസ് നോട്ട് മൈൻ. അത് എൻ്റേതല്ല. നോ, ഇറ്റ് ഈസ് നോട്ട് മൈൻ. അപ്പോൾ ഞാൻ അനുവിനോട് സംസാരിക്കുന്നതിനിടയിൽ രാജേഷ് എൻ്റെ പേര് വിളിച്ചിട്ട് പറയുകയാണ്, അത് എൻ്റെ നോട്ട്ബുക്കാണ്. അത് എൻ്റെ നോട്ട്ബുക്കാണ്. ദാറ്റ് ഈസ് മൈ നോട്ട്ബുക്ക്.
അത് എൻ്റെ നോട്ട്ബുക്കാണ്. എൻ്റെ നോട്ട്ബുക്ക്, മൈ നോട്ട്ബുക്ക്. അത് എൻ്റേതാണ്, അത് എൻ്റെ നോട്ട്ബുക്കാണ്. ദാറ്റ് ഈസ് മൈ നോട്ട്ബുക്ക്. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. അത് എൻ്റെ നോട്ട്ബുക്കാണ്. ദാറ്റ് ഈസ് മൈ നോട്ട്ബുക്ക്. വൺസ് അഗെയിൻ, അത് എൻ്റെ നോട്ട്ബുക്കാണ്. ദാറ്റ് ഈസ് മൈ നോട്ട്ബുക്ക്. അവൻ എന്നോട് ചോദിക്കുകയാണ്, നിനക്കത് എവിടെ നിന്നാണ് കിട്ടിയത്? നിനക്കത് എവിടെ നിന്നാണ് കിട്ടിയത്? കിട്ടുക എന്ന വാക്കാണ് ഗെറ്റ്. വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം? സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ് ഈ സെന്റൻസ്. വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം? നിനക്കത് എവിടെ നിന്നാണ് കിട്ടിയത്? വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം? അപ്പോൾ ഞാൻ പറയാണ്, എനിക്കത് ക്ലാസ് റൂമിൽ നിന്നാണ് കിട്ടിയത്. ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ ക്ലാസ് റൂം. കിട്ടുക ഗെറ്റ്, കിട്ടുക ഗെറ്റ്, കിട്ടി ഗോട്ട്, പാസ്റ്റ് ഫോം ആണ്. അതിനുശേഷം എനിക്കൊരു പേനയും കിട്ടി. ക്ലാസ് റൂമിൽ നിന്ന് നോട്ട്ബുക്ക് മാത്രമല്ല, നോട്ട്ബുക്ക് രാജേഷിൻ്റെ അവന് കൊടുത്തു കഴിഞ്ഞു, ഒരു പേനയും കൂടെ കിട്ടി. ജോൺ, രാജേഷ് ആൻഡ് അനു ഈ 3 പേരും ഇവിടെ ക്ലാസ് റൂമിലുണ്ട്. ഞാൻ എല്ലാവരും മുമ്പിൽ ചെന്ന് ചോദിക്കുകയാണ്, ഒരു പേന കൈ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, എല്ലാവരെയും കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇത് ആരുടെ പേനയാണ്? ഓരോരുത്തരോട് ഞാൻ ചോദിച്ചില്ല, അതിന് മുമ്പ് ജനറൽ ആയിട്ട് ചോദിക്കുകയാണ്, ഇത് ആരുടെ പേനയാണ്? ആരുടെ പേന ഇത്? ഓക്കെ, ഇത് ആരുടെ പേനയാണ്? ആരുടെ പേന? ഹൂസ് പെൻ. WHOSE, ഹൂസ് പെൻ. ഹൂസ് പെൻ. ഇത് ആരുടെ പേനയാണ്? ഹൂസ് പെൻ ഈസ് ദിസ്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട്, വൈ, വിച്ച്, ഐ, വി, യു ഒക്കെ നിങ്ങൾക്ക് ബ്ലോക്ക് വരുന്നതുകൊണ്ട് തീരെ കിട്ടുന്നില്ലെങ്കിൽ, അറിയാം എങ്കിലും മനസ്സിൽ വരുന്നില്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറിലെ ബേസിക്സ് ഇൻ ഇംഗ്ലീഷ് പാർട്ട് 1 കണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ ചോദിച്ചത് ഈ 3 പേരും കൂടി ഉണ്ട്, ജോൺ, രാജേഷ്, അനു. എൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട്, എനിക്കത് ക്ലാസ് റൂമിൽ നിന്ന് കിട്ടിയൊരു പേനയാണ്. അപ്പോൾ ഞാൻ എല്ലാവരുടെ മുമ്പ് വെച്ച് ഈ പേന ഉയർത്തിപ്പിടിച്ച് ചോദിക്കുകയാണ്, ഇത് ആരുടെ പേനയാണ്? ഇത് ആരുടെ പേനയാണ്? എങ്ങനെ ചോദിക്കാം? ഹൂസ് പെൻ ഇസ് ദിസ്? WHOSE, ഹൂസ്. ആരുടെ? ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഐ, വി, യു, ദേ അല്ലെങ്കിൽ വാട്ട്, വൈ, വിച്ച് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള വേർഡ്സ് കിട്ടുന്നില്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ബേസിക്സ് ഇൻ ഇംഗ്ലീഷ് അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇത് ആരുടെ പേനയാണ്? ഹൂസ് പെൻ ഇസ് ദിസ്? ആരുടെ? ഓണർഷിപ്പ് ചോദിക്കേണ്ടത് ആരുടെ, ആരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ അറിയണ്ടേ? ആരുടെ പേന? ഹൂസ് പെൻ. ഹൂസ് പെൻ ഇസ് ദിസ്? അപ്പോൾ അനു പറയാണ്, അത് എൻ്റെ പേനയാണ്. ദാറ്റ് ഈസ് മൈ പെൻ. അത് എൻ്റെയാണ്, അത് എൻ്റെ പേനയാണ്. ദാറ്റ് ഈസ് മൈ പെൻ. ശ്രദ്ധിക്കുക, ഇന്നത്തെ സിറ്റുവേഷൻ ഇത്രയാണുള്ളത്. എങ്കിലും 1-2 കാര്യങ്ങളുടെ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുകയാണ്, ഇത് എൻ്റെ നോട്ട്ബുക്ക് ആണ്. എൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ. ഇത് എൻ്റെ നോട്ട്ബുക്കാണ്. ദിസ് ഈസ് മൈ നോട്ട്ബുക്ക്. ശ്രദ്ധിക്കേണ്ട ഇവിടെ ദിസ്, ഇത് ഒരെണ്ണേ ഉള്ളൂ. ദിസ് ഇസ് എന്ന് ഉപയോഗിച്ചു, ഒരെണ്ണേ ഉള്ളൂ. ഒരെണ്ണം ഉള്ളപ്പോൾ നമുക്ക് ഇസ് ഉപയോഗിക്കാം. ദിസ് ഈസ് മൈ നോട്ട്ബുക്ക്. ദിസും ഉപയോഗിച്ചു, ഇസും ഉപയോഗിച്ചു. ദിസ് ഈസ് മൈ നോട്ട്ബുക്ക്, ഒരെണ്ണേ ഉള്ളൂ. എൻ്റെ 2 നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും? ദീസ് ആർ മൈ നോട്ട്ബുക്സ്. ദീസ് ആർ മൈ നോട്ട്ബുക്സ്. THESE, ദീസ് എന്ന് വിട്ടു, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ഇട്ടു? ഇസിന് പകരം ആർ. ഒന്നിൽ കൂടുതലുള്ളപ്പോൾ നമുക്ക് ആർ ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ഒരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക? ദിസ് ഈസ് മൈ നോട്ട്ബുക്ക്. എൻ്റെ 2 നോട്ട്ബുക്ക് ഉണ്ടെങ്കിലോ? ദീസ് ആർ മൈ നോട്ട്ബുക്സ്. ഇത് എൻ്റെ നോട്ട്ബുക്കുകളാണ്. അതുപോലെ ഞാൻ ഒരു നോട്ട്ബുക്ക് മേശപ്പുറത്ത് ഇരിപ്പുണ്ട്, ദൂരെയായാൽ നിൽക്കുന്നത്, ചൂണ്ടിക്കാണിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് പറയുകയാണ്, അതെൻ്റെ നോട്ട്ബുക്കാണ്. ആ മേശപ്പുറത്ത് ഒരു നോട്ട്ബുക്കാണ് ഇരിക്കുന്നത്, ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, അതെൻ്റെ നോട്ട്ബുക്കാണ്. ദാറ്റ് ഈസ് മൈ നോട്ട്ബുക്ക്. അത് എൻ്റെയാണ്. ദാറ്റ് ഈസ് മൈ നോട്ട്ബുക്ക്. മേശപ്പുറത്ത് 2 പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്, 2 നോട്ട്ബുക്സ് ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ദൂരെ നിന്ന് ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, ആ നോട്ട്ബുക്സ് എൻ്റെയാണ്. അതൊക്കെ എൻ്റെ നോട്ട്ബുക്സ് ആണ്. അത് എൻ്റെ നോട്ട്ബുക്സ് ആണ്. ദോസ് ആർ മൈ നോട്ട്ബുക്സ്. അവ എൻ്റെ നോട്ട്ബുക്സ് ആണ്. ദോസ് ആർ മൈ നോട്ട്ബുക്സ്. അപ്പം ദാറ്റ് ഈസ് ഒരെണ്ണമാണ്. ഒന്നിൽ കൂടുതലൊക്കെ വരുമ്പോൾ നമുക്ക് ദോസ് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ട്രെയിനിങ് സെഷൻ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്, വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതെനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. മറ്റുള്ളവർക്കും ഈ ട്രെയിനിങ് സെഷൻ യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രെയിനിങ് സെഷൻ മറ്റുള്ളവരെ ഷെയർ ചെയ്യുകയും ചെയ്യുക. ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലുള്ള ട്രെയിനിങ് സെഷൻസ് നിങ്ങൾക്ക് ഇനി അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക. റെഗുലറായിട്ട് ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ചാനൽ ഓൾറെഡി ഒരു കംപ്ലീറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബ് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാൻ പരമാവധി എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്സ് അവൈലബിൾ ആണ്. ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്കിൻ്റെ ഓതറാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന കോഴ്സിൻ്റെ പുസ്തക രൂപമാണ്. ഈ ബുക്കും ഒറിജിനൽ ബുക്കും ഉണ്ട്. ഈ ബുക്ക് PDF ഫോർമാറ്റ് നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്ന് ഓർഡർ ചെയ്യാം, എവിടേക്കും അയച്ചു തരാൻ പറ്റുന്നതാണ്. ഈ ബുക്കാണ്. ഈ ബുക്കിന് PDF ഫോർമാറ്റിന് 200 രൂപയാണ്. അതുകൂടാതെ നമുക്ക് ഒറിജിനൽ ബുക്കുണ്ട്. ഒറിജിനൽ ബുക്കിന് 300 റുപ്പീസാണ് വരിക. കേരളത്തിനുള്ളിലുള്ള ഷിപ്പിങ്ങിന് 50 രൂപയാണ് വരുന്നത്. 300 + 50 350 രൂപയാണ് കേരളത്തിനുള്ളിൽ ഷിപ്പിംഗ് ചാർജ് അടക്കം വരുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈൻ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. 900 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ കോഴ്സ് സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ് 900 റുപ്പീസ് വരുന്നത്. 30 ദിവസത്തെ റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസ്, 10 എക്സാംസ്, അതിൻ്റെ ആൻസർ കീസ്, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇ ബുക്ക് ഇതിലൂടെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PDF ഫോർമാറ്റ്. നിങ്ങൾ മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ തെറ്റുകൂടാതെ ഇംഗ്ലീഷിൽ കിട്ടാനുള്ള ട്രെയിനിങ് ആണ്. അത്യാവശ്യം ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും റൈറ്റിങ്ങിലായാലും ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാതെ സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ച് റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും കിട്ടാനുള്ള ട്രെയിനിങ് ആണ്.
അതുപോലെ പ്രോ ലെവൽ 1 കോഴ്സും 2 കോഴ്സും ഉണ്ട്. പ്രോ ലെവൽ 1 കോഴ്സിൽ എൻ്റെ ചാറ്റ് സപ്പോർട്ട് അവൈലബിൾ ആണ്. പ്രോ ലെവൽ 2 കോഴ്സിൽ ചാറ്റ് സപ്പോർട്ട് കൂടാതെ ലിമിറ്റഡ് നമ്പർ ഓഫ് ടെലിഫോണിക് സപ്പോർട്ട് സെഷൻസ് അവൈലബിൾ ആണ്. കോഴ്സിനെ പറ്റിയ ബുക്സിനെ പറ്റിയ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ വിൽ ബി ബാക്ക് വിത്ത് ദി നെക്സ്റ്റ് ട്രെയിനിങ് സെഷൻ സൂൺ. ബൈ.